നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പൊന്നിയൂർ അകലാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന്റെ സുരക്ഷാഭിത്തിയുടെ സ്ലാബ് നിലംപതിച്ചു. വന്നപകടം ഒഴിവായി. അകലാട് ബദർപള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെ 10ഓടെയാണ് സംഭവം. ദേശീയപാത അണ്ടർപാസിനായി പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നുവെങ്കിലും ഇരു റോഡുകളുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. ഇതിന്റെ പണി പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന ഭിത്തി സർവീസ് റോഡിലേക്ക് നിലംപൊത്തിയത്. സംഭവ സമയം വാഹനങ്ങൾ കടന്നുപോയെങ്കിലും തലനാരിഴയ്ക്ക് വൻദുരന്തമൊഴിവായി. മുകളിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന JCBയുടെ പിറകുവശം തട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് റോഡിലേക്ക് വീഴുന്നത്. സുരക്ഷാ സംവിധാനമൊരുക്കാതെ ഇത്തരത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ നാട്ടുകാരിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ നടപടികൾ ഇല്ലാതെയും ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ 1ാം നമ്പറിലെത്തിച്ചത് മോദിയുടെ ഭരണമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRTEA CITU തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു പോകുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല. കേന്ദ്ര ഭരണകൂടം ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ ലഭിച്ചതിന് ശേഷം എങ്ങനെ തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ തകർക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക പെൻഷൻ വിതരണത്തിലും മറ്റ് ജനസേവന രംഗത്തും പ്രതിസന്ധി വരുത്തി ജനങ്ങളെ സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാക്കാനുള്ള സമീപനത്തിന്റെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ ഇന്നു കാണുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടിനെ കോൺഗ്രസും ഒത്തുചേരുകയാണെന്നും തൊഴിലാളി സംഘടനകളെ തകർക്കുകയും തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് തൊഴിലിടങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് അധ്യക്ഷനായി. KK ഷിജു രക്തസാക്ഷി പ്രമേയവും നിഖിൽ രാജ് VS അച്യുതാനന്ദൻ അനുശോചനവും KK രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രബീൻ പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സിംബാദ് ഗംഗാധരൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. MLA NK അക്ബർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം IK വിഷ്ണുദാസ്, KSRTEA സംസ്ഥാന ട്രഷറർ PA ജോജോ, സംസ്ഥാന സെക്രട്ടറി ജിനുകുമാർ, VM വിനുമോൻ, സംഘാടക സമിതി കൺവീനർ സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ ഏഴാംകല്ല് പുറ്റേക്കര സ്വദേശികളായ പനക്കൽ വീട്ടിൽ ജ്യോതിഷ് കുമാർ, മകൻ ആശിഷ്, എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശികളായ ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ജെറിൻ, പുലിക്കോട്ടിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ സാവോസ്, മുണ്ടൂർ സ്വദേശി എലുവത്തിങ്കൽ വീട്ടിൽ ചുമ്മാർ മകൻ ഷിബി എന്നിവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8ഓടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ ഇരുദിശകളിൽ നിന്നായി വന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ നേതൃത്വം നൽകി. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കേസിലെ 1ാം പ്രതി കുന്നംകുളം തെക്കേയങ്ങാടി പഴുന്നാന വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 7 വർഷം കഠിന തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 2019 ഒക്ടോബർ 1 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. ജെറീഷും മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളന്നൂർ വീട്ടിൽ സ്റ്റിൻസൺ എന്ന ഡാഡു, കക്കാട് കാക്കശ്ശേരി വീട്ടിൽ ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ ബൈക്കിലെത്തി ബിനോയിയെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബിനോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പിന്നീട് മറ്റു പല അസുഖങ്ങളും മൂലം വിചാരണയ്ക്ക് മുമ്പേ ബിനോയ് മരിച്ചിരുന്നു. സംഭവം കണ്ടുനിന്ന ഏക ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണ്. ശിക്ഷിക്കപ്പെട്ട ജെറീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമം ലംഘിച്ചതിൽ തടവിൽ കഴിഞ്ഞുവരുന്നയാളുമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന VS സന്തോഷ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ 165 വർഷത്തിലേറെ പഴക്കമുള്ള അണ്ടത്തോട് GMLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു.
സർക്കാരിന്റെ ബജറ്റ് വിഹിതം 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗങ്ങളായ ബുഷറ നൌഷാദ്, ശോഭ പ്രേമൻ, PTA പ്രസിഡന്റ് KK താഹിർ എന്നിവർ പങ്കെടുത്തു. നിലവിലെ കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 3714 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 4 ക്ലാസ് മുറി, ശുചിമുറി, ഓഫീസ് മുറി എന്നിവ ഉണ്ടാകും. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അടുത്ത ഘട്ടത്തിൽ 2 കോടിയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയായിട്ടുണ്ട്. ഇതിൽ ക്ലാസ് മുറികളുള്ള കെട്ടിടം, മുറ്റം, കട്ടവിരിക്കൽ, അടുക്കള, ചുറ്റുമതിൽ, ഹാൾ എന്നിവ ഉണ്ടാകും. 165 വർഷത്തോളം വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ ഈ വർഷത്തിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. 99.5 ലക്ഷം MLA ഫണ്ടും 82.8 ലക്ഷം കേന്ദ്ര റർബൻ മിഷൻ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചതാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇനി നടക്കാൻ പോകുന്നത് ഉൾപ്പെടെ 4.82 കോടി രൂപയാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക KK ഷക്കീല നന്ദിയും പറഞ്ഞു. അതേസമയം പരിപാടിയുടെ നോട്ടീസിൽ നിന്നും 18ാം വാർഡ് മെമ്പറും സ്കൂൾ SSG ചെയർമാനുമായ PS അലിയുടെ പേരുമാത്രം ഒഴിവാക്കിയത് വിവാദമായിട്ടുണ്ട്. ഭരണകക്ഷി മെമ്പറുടെ പേരൊഴിവാക്കി പകരം 17ാം വാർഡ് മുൻ മെമ്പർ നൌഷാദിന്റെ പേര് കയറ്റിയതായാണ് ആക്ഷേപം. ദേശീയപാതയുടെ തകർന്ന സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഹൈവേ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഹൈവേ പിക്കറ്റിംഗും പ്രകടനവും നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് K തറയിൽ ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് കോലയിൽ അധ്യക്ഷത വഹിച്ചു. V അബ്ദുസമദ്, ഹുസൈൻ അണ്ടത്തോട്, M അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. സിറാജ് പാപ്പാളി, സാദിഖ്, ഉമർ പുനീർകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവേ സമരം സിന്ദാബാദ്, ഹൈവേ സമരം സിന്ദാബാദ്, ഹൈവേ സമരം സിന്ദാബാദ്. കാണുന്നില്ലേ റോഡിലെ കുഴികൾ കാണുന്നില്ലേ. തായംകളിയുടെ ആരവത്തിലും ആവേശത്തിലും അലിഞ്ഞ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലാങ്കണത്തിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് കളിക്കാർക്കും കാണികൾക്കും ആവേശമായ തായംകളി മത്സരം അരങ്ങേറുന്നത്. ഓണക്കാലത്ത് നേരമിരട്ടിയാൽ കണ്ടാണശ്ശേരി തട്ടകത്തുള്ളവരുടെയെല്ലാം ശ്രദ്ധ തായംകളി പന്തലിലാണ്. അവിടുത്തെ രാവിനെ കളിയുത്സവത്തിന്റെ ആരവമുണ്ട്. 50 വർഷമായുള്ള തായംകളി പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം തായംകളി. തായംകളി മത്സരത്തിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. വായനശാല മുറ്റത്ത് വലിയ പന്തലിലാണ് കളിയരങ്ങ്. വൈകിട്ട് 7-നാണ് കളി തുടങ്ങുക. നിലത്ത് കളിക്കുന്നതിനു ചുറ്റും കളിക്കാർ ഇരിക്കും. ചുറ്റും കെട്ടിയ ബാരിക്കേഡുകൾക്ക് ചുറ്റും തടിച്ചുകൂടുന്ന കളിപ്രേമികൾ ഓരോ മത്സരത്തെയും ആവേശത്തിലാക്കും. കളി നിയന്ത്രിക്കാൻ റഫറിമാരുണ്ടാകും. കളിക്കാർ ചമ്രം പടിഞ്ഞിരിക്കരുത്, കാൽമുട്ട് നിലത്തു കുത്താതെ കുന്തിയിരിക്കണം. കവിടിയെറിയുമ്പോൾ കളിക്കാരുടെ തലയുടെ ഉയരത്തിനു മേലെയായിരിക്കണം. എതിരാളിയെ മോശമായ പരാമർശത്താൽ ആക്ഷേപിക്കരുത് എന്നിങ്ങനെ 15ഓളം നിബന്ധനകളും തായംകളി മത്സരത്തിനുണ്ട്. കളി തുടങ്ങുന്നതിനു മുൻപേ കാഴ്ചക്കാർ ബാരിക്കേഡിന് മുൻപിൽ സ്ഥലം പിടിക്കും. 2 വർഷം മുൻപ് വരെ കവുങ്ങുകൊണ്ടുള്ള ബാരിക്കേഡുകളായിരുന്നു. കളി മുന്നേറുമ്പോൾ ആളുകൾ ബാരിക്കേഡിൽ അടിച്ചും കൈയമർത്തിയും ആവേശം കാണിക്കാൻ തുടങ്ങിയതോടെ അത് മുറിഞ്ഞു വീഴുന്ന സ്ഥിതിയായി. അതോടെ ഇരുമ്പിന്റെ ബാരിക്കേഡാക്കി. പണ്ടുകാലത്ത് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലായിരുന്നു തായംകളിയെങ്കിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് വരെയായി. പുല്ലാനിക്കുന്നത്ത് കുഞ്ഞുമോൻ, തേറ്റിൽ മോഹനൻ, പുത്തറ ശിവശങ്കരൻ തുടങ്ങിയ പഴയകാല കളിക്കാരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട പുതുതലമുറയിലെ കളിക്കാർ ആവേശപൂർവ്വമായാണ് തായംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മനസ്സിൽ വിചാരിച്ച അക്കം കവടിയെറിഞ്ഞു വീഴ്ത്താൻ ശേഷിയുള്ളവരായിരുന്നു പഴയകാല കളിക്കാർ. വീറും വാശിയുമായി കളിയരങ്ങുകളിൽ ചെറുപ്പക്കാരും സജീവമായി തന്നെയുണ്ട്. ഇക്കുറി 32 ടീമുകളാണ് മത്സരത്തിന് അണിനിരക്കുന്നത്. 1ാം സമ്മാനം 20,000 രൂപയും 2ാം സമ്മാനം 10,000 രൂപയും 3ാം സമ്മാനം 5,000 രൂപയും കൂടാതെ ഓണക്കോടിയും ട്രോഫിയും സമ്മാനമായി നൽകും. കാലം ബഹുദൂരം മുന്നോട്ടു പോയെങ്കിലും കണ്ടാണശ്ശേരിയിൽ തായം കളിയുടെ പെരുമ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് കളിപ്പന്തലും കളിപ്രേമികളും സാക്ഷ്യപ്പെടുത്തുന്നത്. ലൈംഗികാരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CPM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ട്രഷറർ VA നിസാം എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM സഹല,
PK അജാസ്, AS സനൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ധ്യാനം സെന്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രത്തിലെ ജോണി തോളേലി നയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, 8 നോമ്പ് സുവിശേഷയോഗം എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിംഗ് മോർ കുർലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. ധ്യാനത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. ചാട്ടുകുളം ഇട്ടിയച്ചൻ ഓഡിറ്റോറിയത്തിൽ മുതിർന്ന അംഗം PK വിജയസേനൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ഏരിയ പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അബൂബക്കർ മേലയിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശാലിനി രാമകൃഷ്ണൻ, മോഹൻദാസ് എലത്തൂർ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ, PM സുരേഷ്, KB ഷിബു, KK സതീശൻ, CK ലിജീഷ് എന്നിവർ സംസാരിച്ചു. 13 മേഖലകളിൽ നിന്നുള്ള 130 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം SFI ജില്ലാ കമ്മിറ്റി അംഗം PA യശ്വന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സെക്രട്ടറി VS ലെനിൻ, KK ഷമീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് DYFI പ്രവർത്തകരായ ശിവാനി, സുജിത്, അനിരുദ്ധ്, കെനോൺ, സിജോ, അഖിൽ, അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാൽനൂറ്റാണ്ടുകാലമായി ചെണ്ടയുടെ താളത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ച ചാലിശ്ശേരി സ്വദേശി PJ പ്രജോഷിന് യുവവാദ്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഗ്രാമത്തിന് അഭിമാനമായി. കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമി യുവവാദ്യ പ്രതിഭാ പുരസ്കാരത്തിനാണ് പ്രജോഷ് അർഹനായത്. ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം, കടവല്ലൂർ, കാട്ടകമ്പാൽ, ചാലിശ്ശേരി, പോർക്കുളം, കടങ്ങോട്, നാഗലശ്ശേരി, തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രജോഷിനെ യുവ വാദ്യപ്രതിഭയായി തെരഞ്ഞെടുത്തത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു. 12-ാം വയസ്സിൽ മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠനം പഠിച്ചതെന്നും തൃപ്പങ്ങോട് പരമേശ്വരൻ മാരാർ, ഇരിങ്ങപ്പുറം ബാബു എന്നിവർ ചെണ്ടയിൽ മികച്ച പരിശീലനം നൽകിയ ഗുരുക്കന്മാരാണെന്നും പ്രജോഷ് പറഞ്ഞു. കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങുന്ന വാദ്യമേളങ്ങളുടെ താള മാധുര്യമാണ് ബാല്യകാല മനസ്സിൽ ചെണ്ടവാദ്യത്തോട് ഏറെ ഇഷ്ടം തോന്നിച്ചത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തിൽ പോക്ക് തുടങ്ങിയിട്ടാണ് എനിക്ക് ഒട്ടു പഠിക്കാൻ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അത് 12-ാം വയസ്സിൽ 8 വയസ്സ് മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അമ്പലത്തിൽ പോക്ക് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ചുറ്റുവിളക്കിൻ്റെ മേളവും തായമ്പിയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കൊട്ടിനോടുള്ളൊരു കമ്പം തുടങ്ങി. പിന്നെ അവിടുന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ 25 വർഷമായി ഈ പഠന കാലയളവിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ 1-ാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി. സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു. സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന 37-കാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ്. പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ്, പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം, പെരിങ്ങോട് അയ്യൻകുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്രാ ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്.
ഇതുവരെ 50-ൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്നും ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി അരങ്ങേറ്റം കുറിച്ചു. കഴിഞ്ഞ 20 വർഷമായി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് വാദ്യ കലാക്ഷേത്ര സംഘത്തിലെ അംഗം കൂടിയാണ് ഏവരും സ്നേഹത്തോടെ പ്രജു എന്ന് വിളിക്കുന്ന പ്രജോഷ്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മേളം അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഉഷാദേവിയും കുടുംബവും സുഹൃത്തുക്കളും ശിഷ്യരും ഗ്രാമവും പുരസ്കാര നിറവിന്റെ ആഹ്ലാദത്തിലാണ്. ചാലിശ്ശേരി ആലിക്കര പറയത്ത് വളപ്പിൽ ജയചന്ദ്രൻ ഉഷാദേവി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ പ്രശാന്തും ചെണ്ട കലാകാരനാണ്. അങ്കണവാടി അധ്യാപിക സൗമ്യ ഭാര്യയാണ്. ലോഹിത്, ലാർബിക, ലക്ഷിത് എന്നിവർ മക്കളാണ്. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായ വേലൂരിലെ അർണോസ് ഭവനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ നയം ഉപേക്ഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PP യേശുദാസ് ആവശ്യപ്പെട്ടു. നിലവിൽ പൂർണ്ണമായും തകരാറിലായ ഈ കെട്ടിടം ഓടിറക്കി മുഴുവൻ പൊളിച്ചു പണിയേണ്ട അവസ്ഥയിലാണ്. എന്നാൽ വിവിധ സംഘടനകളുടെ നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയെങ്കിലും താഴത്തെ നിലയിലെ മരത്തട്ടുകൾ മാത്രം പൊളിച്ച് പണിയുന്നതിനുള്ള കരാറാണ് സർക്കാർ അംഗീകരിച്ച് പണി ആരംഭിച്ചിട്ടുള്ളത്. ഇത് തികച്ചും ദൗർഭാഗ്യകരവും അർണോസ് സ്മാരകങ്ങളോടുള്ള അവഹേളനവുമാണെന്നും കെട്ടിടത്തിന്റെ ദുർബലാവസ്ഥ പരിഹരിക്കുന്ന തലത്തിൽ പൂർണ്ണമായ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വീണ്ടും സമരരംഗത്തേക്ക് കടന്നുവരുമെന്നും കോൺഗ്രസ് ഭാരവാഹികളായ PP രാമചന്ദ്രൻ, ജോജു പനക്കൽ, സൈമൺ ഒലക്കെങ്കിൽ, ബാസ്റ്റിൻ നീലങ്കാവിൽ തുടങ്ങിയവർ പറഞ്ഞു. വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ താമസിക്കുന്ന ചാകര വീട്ടിൽ മുനീർ മകൻ 17 വയസ്സുള്ള ഷാമോൻ എന്ന അമീർ ഷായെയാണ് കാണാതായത്. ശനിയാഴ്ച വൈകിട്ട് 4:30 വീട്ടിൽ നിന്നും കടയിലേക്കെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലോ 9539393908 9446763676 നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. അണ്ടത്തോട് ജുമാ മസ്ജിദിന് സമീപം കാലങ്ങളായി തകർന്നുകിടക്കുന്ന ദേശീയപാത സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ SDPI അണ്ടത്തോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് മാർച്ച് നടത്തും. വാഹനയാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന ഹൈവേ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5-നാണ് പ്രതിഷേധ റാലി നടത്തുക. ചരമം. നാടകരചയിതാവും സംവിധായകനുമായ ബാബു വൈലത്തൂരിന്റെ മാതാവ് മൂത്തേടത്ത് കുഞ്ഞപ്പു ഭാര്യ അമ്മിണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ചന്ദ്രൻ, ശാരദ, ബാബു, വിനീഷ് എന്നിവർ മക്കളാണ്. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ താമസിക്കുന്ന കൂത്തൂർ വീട്ടിൽ പരേതനായ വറതുട്ടി മകൻ ജോസഫ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം സെന്റ് ആദായി സ്ലിഹ പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷീബ ഭാര്യയും ജോബി, ജോസ് എന്നിവർ മക്കളുമാണ്. കുറ്റിക്കാട്ട് പരേതനായ താത്തുള്ളി മകൻ ഷീമോൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. മോളി ഭാര്യയും പീറ്റർ, റൂത്ത് എന്നിവർ മക്കളുമാണ്. കല്ലുംപുറം ചരിത്ര നഗർ റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ പരേതനായ മാത്യു മകൻ ജിജി നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മഞ്ജു ഭാര്യയാണ് അലൻ, ആമി മരിയ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.